നമസ്കാരം. കോൺസ്റ്റിപ്പേഷൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് ക്രെമാഫിൻ പ്ലസ് സിറപ്പ്. ഇതൊരു കോമ്പിനേഷൻ മെഡിസിനാണ്. സോഡിയം പിക്കോസൾഫേറ്റ്, ലിക്വിഡ് പാരഫിൻ, മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നിവയാണ് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ. ഇന്ത്യയിൽ ഈ മെഡിസിൻ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് ആബട്സ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. സോഡിയം പിക്കോസൾഫേറ്റ് കോൺസ്റ്റിപ്പേഷൻ ചികിത്സിക്കുന്നതിനും കൊളനോസ്കോപ്പി പോലുള്ള മെഡിക്കൽ പ്രോസസ്സുകൾക്ക് മുൻപ് കുടൽ ക്ലീൻ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ഒരു ലാക്സേറ്റീവ് അഥവാ പോഷകമാണ്. കുടലിന്റെ പാളിയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നു. ഇത് പെരിസ്റ്റാൾസിസിന്റെ വർധനവിന് കാരണമാകുന്നു. ശരീരത്തിൽ ഭക്ഷണവും മറ്റു വസ്തുക്കളും കൊണ്ടുപോകുന്ന പേശികൾ ചുരുങ്ങുന്നതിനെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഇത് ദഹനനാളത്തിലും വൃക്കകളെ ബ്ലാഡറുമായി ബന്ധിപ്പിക്കുന്ന ട്യൂബുകളിലും ഉണ്ടാകുന്ന വേവ്-ലേക്ക് മോഷനാണ്. കുടലിലെ പേശികളെ ഉത്തേജിപ്പിക്കുന്നതിനാൽ പെരിസ്റ്റാൾസിസ്, അതായത് ദഹനനാളത്തെ നിയന്ത്രിക്കുന്ന പേശികളുടെ ചലനം വർദ്ധിപ്പിക്കുകയും സ്റ്റൂൾ പുറത്തു പോകുന്നത് എളുപ്പമാക്കുകയും ചെയ്യുന്നു. സോഡിയം പിക്കോസൾഫേറ്റ് വൻകുടലിൽ ബാക്ടീരിയകൾ വഴി അതിൻ്റെ ആക്റ്റീവ് ഫോമിലേക്ക് മാറുന്നു. ഇത് കുടൽ ഭിത്തികളിലുള്ള നാഡികളുടെ അറ്റത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇത് കുടലിൻ്റെ ചലിക്കുന്നതിനുള്ള കഴിവിനെയും ഫ്ലൂയിഡ് ഉണ്ടാകുന്നതിനെ വർദ്ധിപ്പിക്കുകയും സ്റ്റൂൾ സ്മൂത്തായി പുറത്തു പോകുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ലിക്വിഡ് പാരഫിൻ ഒരു മിനറൽ ഓയിലാണ്. ഇത് കോൺസ്റ്റിപ്പേഷൻ ചികിത്സിക്കാൻ ഒരു ലാക്സേറ്റീവായി ഉപയോഗിക്കുന്നു. ഇത് സ്റ്റൂൾ സോഫ്റ്റ് ആക്കുകയും സ്മൂത്തായി പുറത്തു പോകുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ചിലതരം കോസ്മെറ്റിക്സുകളിലും സ്കിൻ കെയർ പ്രോഡക്ട്സിലും ലിക്വിഡ് പാരഫിൻ ഉപയോഗിക്കുന്നു. ഇതൊരു ലൂബ്രിക്കൻ്റ് ആണ്. കുടലിനുള്ളിലും സ്റ്റൂളിനെയും പൊതിഞ്ഞിരിക്കുന്നതിനാൽ ലൂബ്രിക്കേറ്റ് ചെയ്യുകയും പുറത്തു പോകുന്നത് എളുപ്പമാക്കുകയും ചെയ്യുന്നു. നിറമില്ലാത്തതും മണം, രുചി എന്നിവയില്ലാത്തതും എണ്ണമയമുള്ളതുമായ ഒരു ദ്രാവകമാണിത്. ഇതൊരു പോഷകമായും സ്കിന്നിനെ സോഫ്റ്റ് ആക്കുന്ന മരുന്നായും ഉപയോഗിക്കുന്നു. ഏനൽ ഫിഷേഴ്സ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് പോലെയുള്ള അവസ്ഥകൾക്കും ചെറിയ കാലത്തെ ഉപയോഗത്തിന് ഇത് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഡ്രൈ ആയതും ചൊറിച്ചിലുള്ളതും ഇളകിപ്പോകുന്നതുമായ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുന്നതിനാൽ ഇതൊരു എമോലിയൻ്റായി ഉപയോഗിക്കുന്നു. ജലാംശം നഷ്ടപ്പെടുന്നത് തടഞ്ഞുകൊണ്ട് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. എക്സിമ, സോറിയാസിസ്, ഇക്തിയോസിസ് പോലുള്ള അവസ്ഥകളിലും ഇത് ഉപയോഗിക്കുന്നു. മിൽക്ക് ഓഫ് മഗ്നീഷ്യ ഒരു ഓസ്മോട്ടിക് ലാക്സൻ്റ് ആണ്. ഇത് കുടലിലേക്ക് വെള്ളം ആഗിരണം ചെയ്യുകയും സ്റ്റൂൾ സോഫ്റ്റ് ആക്കുകയും ചെയ്യുന്നു. അതിനാൽ അത് എളുപ്പത്തിൽ കടന്നുപോകാൻ സഹായിക്കുന്നു. നെഞ്ചരിച്ചിലും ദഹനവും ഒഴിവാക്കാൻ മിൽക്ക് ഓഫ് മഗ്നീഷ്യ ഒരു അന്റാസിഡായി ഉപയോഗിക്കുന്നു. കുടലിലേക്ക് വെള്ളം വലിച്ചെടുക്കുന്നതിലൂടെ കുടലിലെ ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് വർദ്ധിപ്പിച്ച് മിൽക്ക് ഓഫ് മഗ്നീഷ്യ പ്രവർത്തിക്കുന്നു. ചില തന്മാത്രകളെ കടന്നുപോകാൻ അനുവദിക്കുകയും മറ്റുള്ളവയെ തടയുകയും ചെയ്യുന്ന ഒരു നേർത്ത മെംബ്രെയിനാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇതിന് രണ്ടു വശത്തുമുള്ള ലായനിയുടെ കോൺസെൻട്രേഷനിലുള്ള വ്യത്യാസമാണ് ഓസ്മോട്ടിക് ഗ്രേഡിയന്റ്. ലായനികൾക്കിടയിലുള്ള ജലത്തിന്റെ ചലനത്തെ വിവരിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതിനെ ഓസ്മോസിസ് എന്ന് വിളിക്കുന്നു. കോൺസെൻട്രേഷൻ കുറഞ്ഞ ലായനിയിൽ നിന്ന് കൂടിയ കോൺസെൻട്രേഷനിലേക്ക് ലായനി ഒരു മെംബ്രെയിനിൽ കൂടി പോകുന്ന പ്രവർത്തനമാണ് ഓസ്മോട്ടിക്. വൻകുടലിലെ ജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഒരുതരം പോഷകാംശത്തെയും ഇത് സൂചിപ്പിക്കുന്നു. ക്രെമാഫിൻ പ്ലസ് സിറപ്പിന്റെ ഏതെങ്കിലും കണ്ടന്റിനോട് അലർജി, വയറ്റിലെ സർജറി, കുടലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എന്ത് കാരണം കൊണ്ടാണെന്നറിയാത്ത വയറുവേദന എന്നിവയുണ്ടെങ്കിൽ ഇത് കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ ഉപദേശം തേടുക. ഇത് കഴിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുക. കൂടുതൽ കാലം മെഡിസിൻ ഉപയോഗിച്ചാൽ പിന്നീട് സ്ഥിരമായി ഇത് ഉപയോഗിക്കുന്നതിന് കാരണമാകും. കോൺസ്റ്റിപ്പേഷൻ തടയുന്നതിന് പഴങ്ങളും പച്ചക്കറികളും നാരുകൾ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളും ധാരാളം വെള്ളവും കുടിക്കുന്നത് നല്ലതാണ്. പ്രഗ്നന്റോ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരോ ആണെങ്കിൽ മെഡിസിൻ ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറെ കാണുക. ഈ മെഡിസിൻ അമിതമായോ കൂടുതൽ കാലത്തേക്കോ കഴിക്കുന്നത് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ, ശരീരത്തിലെ ദ്രാവകങ്ങളുടെയും സോൾട്ടിന്റെയും ഇംബാലൻസ് എന്നിവയ്ക്ക് കാരണമായേക്കാം. കഠിനമായ ഡീഹൈഡ്രേഷൻ വീക്ക്നെസ്, വിറയൽ, ബോധക്ഷയം, കാഴ്ചമങ്ങൽ എന്നിവയും ഉണ്ടാക്കാം. ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയില്ല, കാരണം ഇത് കലോറിയുടെയോ പോഷകങ്ങളുടെയോ ആഗിരണം കുറയ്ക്കുന്നില്ല. ഡീഹൈഡ്രേഷന് കാരണമാകുന്നതിനാൽ ശരീരഭാരം കുറയുന്നത് പോലെ തോന്നാം. ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ഡീഹൈഡ്രേഷൻ തടയാൻ സഹായിക്കും.
ഇത് മറ്റു മരുന്നുകളോടൊപ്പം കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറെ കാണേണ്ടതാണ്. കാരണം ഈ സിറപ്പ് ദഹനനാളത്തിലൂടെയുള്ള ബ്ലഡ് സർക്കുലേഷന്റെ റേറ്റ് വർദ്ധിപ്പിക്കുന്നതിനാൽ ഒരേ സമയം കഴിക്കുന്ന മറ്റു മരുന്നുകളുടെ ആഗിരണത്തെ ബാധിച്ചേക്കാം. അതായത് ക്രമാഫിൻ പ്ലസ് സിറപ്പ് കഴിക്കുന്ന സമയം മറ്റു മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ശരീരം മറ്റു മരുന്നുകൾ ആഗിരണം ചെയ്യേണ്ട അത്രയും ചെയ്യില്ല. ഇത് അതിൻ്റെ എഫക്റ്റ് കുറയ്ക്കും. ആൻറ്റിബയോട്ടിക്കുകൾ, ആൻറ്റാസിഡുകൾ, ആൻറ്റി കൺവൾസൻസ്, രക്തം നേർപ്പിക്കുന്ന മരുന്നുകൾ, ഹൃദയരോഗങ്ങളുമായി ബന്ധപ്പെട്ട മരുന്നുകൾ, തൈറോയിഡ് മെഡിസിൻസ് എന്നിവ കഴിക്കുന്നവർ ഈ സിറപ്പ് കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറോട് പറയേണ്ടതാണ്. ഇത് കൂടുതൽ അളവിൽ കഴിച്ചാൽ വയറിളക്കം ഉണ്ടാകാം. അങ്ങനെയുണ്ടായാൽ ധാരാളം വെള്ളം കുടിക്കുകയും നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. സ്റ്റൂളിൽ ബ്ലഡ് കാണുകയോ നിറവ്യത്യാസം ഉണ്ടാവുകയോ ചെയ്താൽ ഡോക്ടറെ കാണേണ്ടതാണ്. വയറിളക്കത്തിന് മരുന്നുകൾ തനിയെ കഴിക്കരുത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എല്ലാ ദിവസവും ഒരേ സമയം പറയുന്ന അളവിൽ കൃത്യമായി മെഡിസിൻ കഴിക്കുക. ഈർപ്പമില്ലാത്ത സ്ഥലത്ത് റൂം ടെമ്പറേച്ചറിൽ കുട്ടികൾക്ക് കൈയെത്താത്തിടത്ത് വേണം മെഡിസിൻ സൂക്ഷിക്കേണ്ടത്. മെഡിസിന്റെ ഒരു ഡോസ് നഷ്ടമായാൽ എത്രയും പെട്ടെന്ന് തന്നെ അത് കഴിക്കുക. എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക. ഡോസ് ഇരട്ടിയാക്കരുത്. ദഹനനാളത്തിൽ വീക്കമുണ്ടാക്കുന്ന വിട്ടുമാറാത്ത ഇൻഫ്ലമേഷൻ രോഗമാണ് ക്രോൺസ് രോഗം. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇത് വായ മുതൽ ഏനസ് വരെയുള്ള ഭാഗങ്ങളെ ബാധിക്കാം. ദഹനനാളത്തിന്റെ ഒരു ഭാഗത്ത് വീക്കം, വ്രണം, അൾസർ എന്നിവയ്ക്ക് കാരണമാകുന്ന ഇൻഫ്ലമേഷൻ ഡിസീസാണ് അൾസറേറ്റീവ് ഡിസീസ്. ഇത് കുടലിന്റെ ഏറ്റവും ഉള്ളിലെ പാളിയായ കോളനെയും രക്തത്തെയും ബാധിക്കുന്നു. ഇവയുള്ളവർ ഈ സിറപ്പ് കഴിക്കുന്നതിന് മുൻപ് മെഡിക്കൽ അഡ്വൈസ് തേടേണ്ടതാണ്. ഇത് ഭക്ഷണത്തിന് മുൻപോ ശേഷമോ കഴിക്കാവുന്നതാണ്. എങ്കിലും ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് വയറ്റിലെ അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ സഹായിക്കും. ഇത് പൊതുവെ സുരക്ഷിതമാണെങ്കിലും ചിലരിൽ ഇത് ചില പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഡയേറിയ, വയറുവേദന, ഓക്കാനം, വയറുവീർക്കൽ, ഗ്യാസ് എന്നിവ ഇതിന്റെ സാധാരണ സൈഡ് എഫക്ട്സ് ആണ്. ഇത് കൂടുതൽ കാലം ഉപയോഗിച്ചാൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ഡീഹൈഡ്രേഷൻ, വയറുവേദന തുടങ്ങി അപൂർവവും ഗുരുതരവുമായ ചില സൈഡ് എഫക്ട്സും ഉണ്ടാകാറുണ്ട്. ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം ആരോഗ്യമുള്ള കോശങ്ങളെയും അവയവങ്ങളെയും തെറ്റായി ആക്രമിക്കുകയും അത് വീക്കം, കേടുപാടുകൾ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുമ്പോഴാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാകുന്നത്. ബാക്ടീരിയ, വൈറസ് എന്നിവയിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നത് ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇതിന്റെ കൃത്യമായ കാരണം അറിയില്ലെങ്കിലും ബാക്ടീരിയ, വൈറസ് പോലുള്ള ചില സൂക്ഷ്മാണുക്കളോ ചില മരുന്നുകളോ രോഗപ്രതിരോധ സംവിധാനത്തെ കൺഫ്യൂസ് ചെയ്യിക്കുന്നതാണ് ഇതിന് കാരണമെന്ന് കരുതുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.